കരാറുകാരന്റെ അനാസ്ഥയിൽ റോഡിൽ കൂടി കാൽനടയാത്ര പോലും ചെയ്യാൻ കഴിയാതെ ദുരിതത്തിലായിരിക്കുകയാണ് നൂറുകണക്കിന് കുടുംബങ്ങൾ. രണ്ട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടുക്കിയിലെ എല്ലക്കൽ ഉപ്പാറ് പൊട്ടൻകാട് റോഡാണ് മഴയിൽ ചെളി നിറഞ്ഞ് കിടക്കുന്നത്. കരാറെടുത്ത കരാറുകാരൻ ചിലയിടങ്ങളിൽ മണ്ണ് നീക്കിയതൊഴിച്ചാൽ പിന്നീടൊന്നും ചെയ്തിട്ടില്ല. കുടിയേറ്റ കർഷക കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ബൈസൺ വാലി പഞ്ചായത്തിലെ 11-ാം വാർഡിൽ കൂടി കടന്നുപോകുന്ന രാജക്കാട്, ബൈസൺ വാലി, പള്ളിവാസൽ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് എല്ലക്കൽ ഉപ്പാറ് പൊട്ടൻകാട് റോഡ്. കാലങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് പുനർനിർമ്മിക്കുന്നതിന് പ്രധാനമന്ത്രി സഡക് യോജനയിൽ ഉൾപ്പെടുത്തി 3,16,00,000 രൂപ അനുവദിച്ചു. നടപടികൾ പൂർത്തീകരിച്ച് കരാർ നൽകുകയും ചെയ്തു. എന്നാൽ കരാർ ഏറ്റെടുത്ത ശേഷം ചിലയിടങ്ങളിൽ മണ്ണ് നീക്കിയതല്ലാതെ ഒരു നിർമ്മാണവും നടത്തിയിട്ടില്ല. മഴ ശക്തമായതോടെ റോഡ് ചെളിക്കുണ്ടായി മാറി, കാൽനട പോലും കഴിയാത്ത വിധം. ദിവസേന നൂറുകണക്കിന് നാട്ടുകാരും വിദ്യാർത്ഥികളും ആശ്രയിക്കുന്ന റോഡിലൂടെ 12-ലധികം സ്കൂൾ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. ചെളിയിൽ കയറി വാഹനങ്ങൾ തെന്നി നീങ്ങുന്നതും പതിവാണ്. പ്രധാനമന്ത്രിയുടെ സഡക് യോജന എന്ന് പറഞ്ഞ വകുപ്പിൽപ്പെടുത്തി 3,16,00,000 ടെൻഡർ ചെയ്യുകയും അതിൻ്റെ 10% എബോവില ഈ വർക്ക് എടുത്തിരിക്കുന്നു. കോലഞ്ചേരിക്കാരനൊരു ഐസക് എന്ന് പറഞ്ഞ കോൺട്രാക്ടറാണ് എടുത്തിരിക്കുന്നത്. ഒരു വിധത്തിലും നടക്കാൻ പറ്റില്ല. 10-12 വണ്ടി ഇതിൽ സ്കൂൾ ബസ്സുകൾ പോകുന്ന ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി ആറ്റിൽ പോകുന്ന രീതിയിലാണ് റോഡ് കിടക്കുന്നത്. ഇതുമാത്രമല്ല, ഇരുചക്ര വാഹനങ്ങളും റോഡിലെ ചെളിയിൽ തെന്നി അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. റോഡ് നിർമ്മാണം വേഗത്തിലാക്കുന്നതിനും നിലവിലുള്ള അപകടാവസ്ഥ ഒഴിവാക്കുന്നതിന് ചെളിക്കുണ്ടായി മാറിയ പ്രദേശത്ത് മെറ്റൽ നിരത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.